അപ്പൊ ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട. നാളെ എക്സാം ഉണ്ട്. ആരും ഇങ്ങോട്ട് പഠിക്കാതെ വരണ്ട. വന്നാൽ എന്നെ അറിയാലോ നിങ്ങൾക്ക്. മര്യാദക്ക് എല്ലാരും പഠിച്ചോണ്ട് വന്നേക്കണം. സമയം കടന്നുപോയത് അറിഞ്ഞതേയില്ല. നീ അറിയത്തില്ല, കാരണം നീ പഠിപ്പിക്കുന്നതിലല്ലല്ലോ ശ്രദ്ധിക്കുന്നത്. സാറിനെ വായി നോക്കിയിരിക്കലല്ലേ നിന്റെ പരിപാടി. സാറ് പറഞ്ഞത് നീ കേട്ടായിരുന്നല്ലോ. നാളെ എക്സാം ആണ്, എല്ലാരും പഠിച്ചിട്ട് വേണം. അല്ലെ അങ്ങനെ തനി സ്വഭാവം കാണും. മര്യാദക്ക് പഠിച്ചിട്ട് വേണം. നേരത്തെ നമുക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നല്ല രണ്ട് പുതിയ മാത്സ് സാറിന്റെ രൂപത്തിൽ വന്നല്ലോ. അതിന് മാത്സ് സാറ് പറയുന്നു, നിനക്കെങ്ങനെ അറിയാം? സാറ് പാവാന്നല്ലേ തോന്നി. അതുപോലെ തന്നെ സാറ് നമ്മളെ ഇതുവരെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇത് എന്തിനാ പഠിപ്പിക്കുന്നത്? പുള്ളിക്കാരൻ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ഒരു മയത്തിലൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? അതൊന്നുമില്ല, ആരെയും പരിചയപ്പെട്ടില്ല. നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് വേണമെന്ന് അങ്ങേറെ മനസ്സിലും കൂടെ ഓർത്തിരിക്കാം. പിന്നെ പെർഫോമൻസ് എന്നാ പിന്നെ അങ്ങേർക്ക് ഞാനൊന്നും പറയുന്നില്ല. ഏത് സമയത്താണോ എനിക്ക് കോഴ്സ് എടുക്കാൻ തോന്നിയത്? എന്റെ കഷ്ടകാലം. ഇനിയിപ്പൊ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഏതായാലും ഇനി ഒരു വർഷം കൂടെ അല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു ഇനി ഒരു വർഷം കൂടെ ഉള്ളു? 2 വർഷം. അങ്ങനെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഇത് തീരുമ്പം അത് കഴിഞ്ഞ് ഇനി ഒരു വർഷം കൂടെ അല്ലേ ഉള്ളു. ഏതായാലും വന്ന് പെട്ടുപോയി. ഇനി ഇതിൽ എങ്ങനെങ്കിലും ഒന്ന് പാസ്സാകാൻ നോക്കണം. അത്രേ ഉള്ളൂ. എനിക്കെങ്ങനെങ്കിലും ഒന്ന് പാസ്സാണ്. നീ പിന്നെ നല്ല മാർക്കോടെ ആയിരിക്കില്ല പാസ്സാകുന്നത്. നീ ഭയങ്കര പഠിപ്പിച്ചല്ലേ. പിന്നെ എക്സാം കഴിയുമ്പോ എന്നെയും കൊണ്ടൊന്ന് കാണിച്ചു തരണം. ഇന്ന് പോയിരുന്നു പഠിക്കാം. നിരത്താതെ കയറുവാവോ? എനിക്കൊന്നും അറിയാമല്ലോ. എന്തായാലും നാളത്തെ എക്സാം നല്ല മാർക്ക് മേടിക്കണം. സാറിന്റെ ഇംപ്രഷൻ നേടാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഹോബിയും കൂടെ വർത്താനം പറഞ്ഞ് ക്ലാസ്സിലിരിക്കുകയാണ്. ഫസ്റ്റ് അവർക്ക് ശുഭയാണ്. അങ്ങനെ സാർ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. ദൈവമേ, ഫസ്റ്റ് അവർ ഇങ്ങേരാണ്. എനിക്ക് വൈകിയ ആദ്യത്തെ അവർ തന്നെ എക്സാം. ദൈവമേ, ഇത് കുക്കി സഹായിക്കണം കേട്ടല്ലോ. ഓക്കെ, എല്ലാം സെറ്റ്. അപ്പൊ സ്റ്റുഡൻസ് എല്ലാരും റെഡിയല്ലേ? എക്സാമിന് എല്ലാരും പഠിച്ചിട്ടല്ലേ വന്നത്? അപ്പം ഞാൻ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് തരാം. എല്ലാരും ആൻസർ ചെയ്യാ. ക്വസ്റ്റ്യൻസ് നല്ലോണം വായിക്കുക. അത് കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് സാർ അയ്യോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയായിരുന്നു, എനിക്ക് മനസ്സിലായില്ല, അങ്ങനെ എങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നല്ലോണം ക്വസ്റ്റ്യൻസ് എല്ലാരും വായിച്ചു നോക്കിയിട്ട് ആൻസേഴ്സ് എഴുതുക. നമ്മുടെ ഹോബിക്ക് പകുതി ആശ്വാസമായി. ഹോബി പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്. കുക്കിയുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. പുള്ളിക്കരി തകർത്തെഴുതാണ്. അങ്ങനെ അവർ കഴിയുന്നു. അവര് എക്സാം ഒക്കെ നല്ലോണം എഴുതുന്നു. നമ്മുടെ വിയാണ്. ദൈവമേ, ഇതെന്തു വഴി, നമുക്ക് എന്ത് കഷ്ടകാലം ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം പോകുമ്പോ അടുത്തത്. ഒരു അവർ പോലും ഫ്രീ കിട്ടുന്നില്ലല്ലോ. ഇതെന്തോ ഒരു കോളേജ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാരും ഇരിക്കും. അപ്പം എല്ലാവരുടെയും ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങും. എല്ലാരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ക്ലാസ് തുടങ്ങുന്നു. ഈ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മുടെ കുക്കി നല്ലോണം ആൻസർ പറയുന്നുണ്ട്. എടോ, തന്റെ പേരെന്താ? സർ, കുക്കി. കുക്കി. ആ, താനിരുന്നു. ദൈവമേ, ഇങ്ങേര് മാത്രമാണ് എന്റെ പേര് ചോദിച്ചത്. നീ ക്ലാസ്സിലെ ആൻസർ ഒക്കെ പറഞ്ഞില്ലേ? ചിലപ്പം അതുകൊണ്ടായിരിക്കും. പിള്ളേരെ പെർഫോമൻസ് കൊണ്ട് മനസ്സിൽ ഓർത്തിരിക്കണമെന്നല്ലേ പറഞ്ഞേ? നിന്റെ പെർഫോമൻസ് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു കാണും, അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. ഏതായാലും നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാട്ടോ. അങ്ങനെ നിന്നെ നോട്ട് വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടേ. ഇനി എല്ലാ ദിവസവും നീ പഠിച്ചോണ്ട് വന്നു. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങേര് നിന്നെ തന്നെ ആയിരിക്കും പൊക്കുന്നത്. അത് പൊതുവെ ഈ സാറുമാരൊക്കെ ഉള്ളൊരു സ്വഭാവമല്ലോ. ആരെങ്കിലും ഒരു 1-2 വട്ടം ആൻസർ പറഞ്ഞാൽ പിന്നെ അവരെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ കേട്ടോ. പിന്നെ എന്നോട് വീണ്ടും സൗണ്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഷുഗറേയും സൗണ്ട് മാറ്റി കേട്ടോ. പിന്നെ ക്ലാരിറ്റി വരുത്താൻ പറഞ്ഞായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഇനിയും അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താനായിട്ട് ശ്രമിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്.